ഹായ് ഗൈസ്, നമുക്ക് ഗൂഗിൾ പേയിൽ കുറേ സ്ക്രാച്ച് കാർഡ്സ് വരത്തില്ല. അപ്പം അതിൽ നമ്മൾ ചിലപ്പം 5 രൂപ 2 രൂപ 3 രൂപയൊക്കെ കിട്ടാറുണ്ട്. പിന്നെ കുറേ റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കുറേ ഇത്ര % ഓഫ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമുക്ക് വരാറില്ലേ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ എനിക്ക് കുറച്ച് സ്ക്രാച്ച് ചെയ്യാനുള്ള പെൻഡിങ് കിടപ്പുണ്ട്. ഞാൻ അപ്പോൾ സ്ക്രാച്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്തിൽ നമുക്കൊരു ഓറഞ്ച് കളറിൽ വരും. അതിൻ്റെ അകത്തിൽ ഇത് കുറേ സാധനങ്ങൾ നമുക്ക് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഇന്ന % ഇത്ര സാധനങ്ങളെന്നൊക്കെ പറയണം. അപ്പോൾ അതിൽ ഞാൻ മറ്റേ വിസ്കസിൻ്റെ ക്യാറ്റ് ഫുഡാണ്, അതിൽ ഫ്രീ സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ കയറി ചെക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തു, എല്ലാം സെറ്റ്. ഇപ്പോൾ അറൗണ്ട് ഒരു 2 വീക്സ് മുന്നെയാണ് നടന്നത്. ജസ്റ്റ് ഞാൻ കൊടുത്തു നോക്കിയതാണ്, കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, പോയാൽ പോയി എന്നൊരു സാധനം. അപ്പോൾ ഇന്ന് എനിക്ക് കൊറിയർ വന്നു. ഞാൻ ആക്ച്വലി അത് പൊട്ടിച്ചു, എനിക്കറിയത്തില്ല. അതെനിക്ക് ആമസോണിൻ്റെ ഇതിൽ വരുന്നുണ്ടായിരുന്ന ഫ്രീ സ്റ്റാൻഡ് സൊല്യൂഷൻ എന്നങ്ങാണ്ട് പറഞ്ഞിട്ട് അതിൽ നമുക്ക് എന്തോ ഒരു സാധനം ഇത് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഡെലിവറി മീൻസ് നിങ്ങളുടെ പാക്കേജ് ഡെലിവർ ആവും, ഇത്രാം തീയതി ആവും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇത് വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നോർമൽ ടെക്സ്റ്റ് മെസ്സേജും വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് എന്താ സംഭവം എന്ന് അറിയത്തില്ല. കാരണം ഈ ഫ്രീ സ്റ്റാൻഡ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അപ്പം ഞാനത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടും എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇപ്പം എനിക്ക് കൊറിയർ വന്നു. ഞാനത് പൊട്ടിച്ച് നോക്കി എന്താണ്. ഫ്രീ സ്റ്റാൻഡ് സാമ്പിളിങ് സൊല്യൂഷൻ അല്ല, ഫ്രീ സ്റ്റാൻഡ് സാമ്പിളിങ് എന്നാണ് അത്. എൻ്റെ കൊടുത്തിട്ടുണ്ട്, ഓർഡേർഡ് ഫ്രം എന്ന് പറഞ്ഞു. അപ്പം എനിക്കിത് സാധനം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഒരു ആകാംക്ഷ കാരണം ഞാൻ പൊട്ടിച്ചപ്പം വന്നത് നമ്മുടെ ക്യാറ്റ് ഫുഡില്ലേ, വിസ്കസിൻ്റെ ക്യാറ്റ് ഫുഡ്. അത് ഒരു എണ്ണമായിരിക്കും വരാൻ ചാൻസ് എന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് 3 പാക്കറ്റ് ഇതിൻ്റെ സാമ്പിൾ പാക്കായിട്ട് 3 പാക്കറ്റാണ് എനിക്കിപ്പോൾ ഡെലിവറി കിട്ടിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ദ വേൾഡ്സ് ഷോർട്ടസ്റ്റ് റെസിപ്പി ബുക്ക് ഫോർ ഫസി കാറ്റ്സ് എന്നും പറഞ്ഞിട്ട് ഈ ഒരു ബുക്കും വന്നിട്ടുണ്ട്. എന്താ പറയുക, ഇതിനകത്ത് നമ്മൾ ഫൈൻഡ് യുവർ ഫസി കാറ്റ്സ് ഫേവറേറ്റ് ഫ്ലേവർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പിക്ചർ 5 എണ്ണത്തിൻ്റെ പിക്ചറും പിന്നെ ഇതെങ്ങനെയാണ് നമ്മൾ ഇവർക്ക് ക്യാറ്റ്സിന് കൊടുക്കേണ്ടതെന്നുള്ള ആ ഒരു റെസിപ്പിയുടെ സാധനവും ഇതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. സീരിയസ്ലി ഇങ്ങനത്തെ സാധനം ഇതിൻ്റെ അകത്ത് നിന്ന് റെഡീം ചെയ്യാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങളും എനിക്കറിയത്തില്ലായിരുന്നു. ബട്ട് പെറ്റ് പേരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊരു ഓപ്ഷൻ വരുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. 3 പാക്കറ്റ് നമുക്ക് കാശൊന്നും കൊടുക്കാതെ ഫ്രീക്ക് കിട്ടും. 3 പാക്കറ്റ്, 1 പാക്കറ്റ് ഇത്രയും. ഇതെനിക്ക് തോന്നുന്നു ഈ ഒരു പാക്കറ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പം അറൗണ്ട് ഒരു 25-30 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 25 റുപ്പീസ് ഇതിൻ്റെ റേറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് 25 റുപ്പീസാണ്. 25 റുപ്പീസാണ് നമുക്ക് ഈ ഒരു പാക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത്. ബട്ട് ഫ്രീക്ക് നമുക്ക് 3 പാക്കറ്റ് കിട്ടി. എനിക്കാണെങ്കിൽ ഒരു 7-8 പിള്ളേരും ഉണ്ട്. അവർക്ക് എല്ലാവർക്കും നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ. ആർക്കെങ്കിലും ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പോയി ട്രൈ ചെയ്ത് നോക്കാം.